കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. അവളുടെ കണ്ണൊന്ന് മിഴിഞ്ഞു. പെണ്ണ് വീഴാതെ പിടിച്ചിരിക്കുന്നത് അവന്റെ ടീഷർട്ടിലാണ്. അവനോ അവളുടെ കൈത്തണ്ടയിലും. അമലു! പെണ്ണ് തന്റെ കണ്ണിൽ നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നേരെ നിർത്തി ഒരിക്കൽ കൂടി വിളിച്ചു. എടി, എന്തേലും പറ്റിയോ? പെണ്ണിന്റെ പേടിയുള്ള നിൽപ്പിൽ ആ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് ഏതൻ ഒച്ചയെടുത്തെങ്കിലും അല്പം ദേഷ്യത്തോടെ തന്നെയാണ് ചോദിച്ചത്. ഏ ഏ ആ എന്താ കൊച്ചേ, നിന്റെ റിലേ ഫുള്ളും വിട്ടുപോയോ? അവളുടെ ആ നിൽപ്പും സംസാരവും എല്ലാം കണ്ട് കുറച്ചു മുന്നേ ഉണ്ടായ ദേഷ്യം ആവിയായ പോലെ അവൻ കുഞ്ഞൊരു പുഞ്ചിരിയോടെയാണ് ചോദിച്ചത്. ഇത്തിരി മുന്നേ കണ്ട ദേഷ്യത്തിൽ പേടിച്ചു പോയവൾ ഇപ്പോൾ കണ്ട ചിരിയിൽ അവളുടെ മുഖം അറിയാതെ കൂർത്തുപോയി. കളിയാക്കുകയാണ്, അതും മനഃപൂർവ്വം. പേടിച്ച് കണ്ണിമ ചിമ്മിയുള്ള അവളുടെ മുഖത്തെ ഈ ഭാവം രണ്ടുപേരും പരസ്പരം ഒരു നിമിഷം കൂടി നോക്കി നിന്നുപോയി. തന്റെ കണ്ണിലേക്കുള്ള തീക്ഷ്ണമായ നോട്ടത്തിൽ നിന്നാണ് ആമ്പൽ ഞെട്ടിക്കൊണ്ട് തന്റെ മിഴികളെ മാറ്റിയത്. അവളുടെ വെപ്രാളം അവനും അടുത്തു നിന്ന് നോക്കിക്കാണുകയായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ വിട്ട് താൻ പിന്നിലേക്ക് മാറിയാൽ ഇനി അവൾ തന്നെ നോക്കില്ലെന്ന് അവന് ഉറപ്പായി തോന്നി. ഉണ്ടക്കണ്ണ് രണ്ടെണ്ണം മുഖത്തുണ്ടല്ലോ, അത് വെച്ച് നോക്കി നടന്നൂടെ അമലു? അവളുടെ ശ്രദ്ധ മാറ്റാൻ എന്നോണം അപ്പ തോന്നിയ പോലെ അവൻ പെട്ടെന്ന് കയറി ചോദിച്ചു. ഉണ്ടക്കണ്ണ് തനിക്കോ? മുന്നേയും എപ്പോഴോ ഇതുപോലെ പറഞ്ഞു കേട്ടിരുന്നു. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എന്നെ ഈ നോക്കുന്ന പോലെ നിലത്തുകൂടി നോക്കി നടന്നാൽ വീഴാതെ നടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിയും തടഞ്ഞും നിലത്ത് കിടക്കണ മണ്ണ് വിറക്കാം. അവളിൽ നിന്നും അത്യാവശ്യം പിന്നിലേക്ക് മാറി അവൻ ആ മുഖത്ത് നോക്കി ഇത്തിരി കളിയാക്കി. എനിക്ക് ഉണ്ടക്കണ്ണൊന്നുമില്ല എന്ന് ഉറക്കെ അവന്റെ മുഖത്ത് നോക്കി പറയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം ശരിക്കും പുറത്തേക്ക് വന്നില്ല. അല്ലെങ്കിലേ പണ്ടേ അവനെ കാണുമ്പോൾ കൈയും കാലും വിറയ്ക്കലും ശബ്ദം പുറത്തു വരാതിരിക്കുകയും പുതുമയൊന്നുമല്ല. പക്ഷെ എന്നാലും ഈ കളിയാക്കൽ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അത് നല്ല വൃത്തിയായി ആ മുഖത്ത് കാണുകയും ചെയ്യാം. ഏതനാണെങ്കിൽ ഈ രസമുള്ള ഭാവങ്ങളൊക്കെ ഇത്രയും അടുത്ത് നോക്കി കാണുന്ന രസത്തിലും. പിള്ളേരെ, നിങ്ങൾ രണ്ടും കൂടി അവിടെ എന്തെടുക്കുക? ടീച്ചർ പുറത്തേക്ക് വന്നുകൊണ്ടാണ് ചോദിച്ചത്. ഒന്നുമില്ലമ്മേ, ഇപ്പൊ വരാം. അവളെ ഒന്നുകൂടി നോക്കി അവനാണ് മറുപടി കൊടുത്തത്. ചെല്ല്, പോയി എന്തെങ്കിലും വാങ്ങിക്കഴിക്ക്. വെളുപ്പിനെ ഇറങ്ങിയതല്ലേ നീ? അവൾക്ക് നടക്കാനുള്ള വഴി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞിട്ടും പെണ്ണ് അതുപോലെ അവിടെ നിൽക്കുന്ന കണ്ടാണ് അവൻ മുഖം ഉയർത്തി നോക്കുന്നത്. അമലു, ചെല്ല്, എന്തെങ്കിലും കഴിക്ക്. കുറച്ചു മുന്നേ താൻ കളിയാക്കിയതിന്റെ പരിഭവത്തിലാണ് അവൾ നിൽക്കുന്നതെങ്കിൽ അത് മാറട്ടെ എന്ന് കരുതി അവൻ സൗമ്യമായാണ് അത്രയും പറഞ്ഞത്. കഴിക്കാം. അത്രയും നല്ല രീതിയിൽ കിട്ടിയ മറുപടിയിൽ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു തന്നെ നിന്നു. എങ്കിൽ പിന്നെ ആരെ കാത്തു നിൽക്കുക? അത് പിന്നെ അവര് വരില്ലേ? അവര് വന്നോട്ടെ. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ രാവിലെ എഴുന്നേറ്റ് ചായയും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാവും കുഞ്ഞെ വന്നിട്ടുണ്ട് വരിക. നീയല്ലേ എഴുന്നേറ്റ് പാടെ തന്നെ തിരിച്ചത്. അതുകൊണ്ട് അമ്മയുടെ അടുക്കിലേക്ക് ചെല്ല്. അവര് വരുമ്പോൾ നിനക്കൊപ്പം ചേർന്നോളും. കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് അവളെ നോക്കി പറയുമ്പോൾ വല്ലാത്തൊരു വാത്സര്യമായിരുന്നു അവനിൽ നിറഞ്ഞു തുളുമ്പി നിന്നത്. മൂളിക്കൊണ്ട് തല കുനിച്ചു തന്നെ നടന്നു. ആ മൂളലിനും നടപ്പിലും തന്നെ അറിയാം ഒട്ടും ഇഷ്ടമില്ലാതെ പോവുകയാണെന്ന്. പക്ഷേ ഇഷ്ടം നോക്കി നിന്നാൽ നടക്കില്ല. അല്ലെങ്കിൽ തന്നെ കൊത്തിപ്പെറുക്കിയേ കഴിക്കൂ. അതും നല്ലോണം നേരമെടുത്താണ് കഴിക്കുന്നത്. അതിന്റെ കൂടെ അവരെ കൂടി കാത്തുനിന്ന കഴിപ്പ് മാത്രമേ നടക്കൂ. നോട്ട്സ് എടുത്തൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഇത്തിരി ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും പറഞ്ഞു വിട്ടത്. തളത്തിൽ നിന്നും ഒരു ഭാഗം ചരിഞ്ഞാണ് കഴിക്കാനുള്ള സ്ഥലം. അവിടെ ഇരിക്കുന്നവർക്ക് ആ വളവൊന്ന് ചരിഞ്ഞ് പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇവിടെയുള്ളവരെ കാണാൻ പറ്റൂ. ആ ഒരു നടപ്പ് വയ്യാത്തത് കൊണ്ടാകും ടീച്ചർ പിന്നെയും പിന്നെയും രണ്ടുപേരെയും ഉറക്കെ വിളിച്ചത്. ചെല്ല് എന്റെ അമലു, ഇതിപ്പോ എത്രാമത്തെ വെട്ടമാ വിളിപ്പിക്കുന്നേ? ഭൂമിക്ക് പോലും നോവാതെ നടക്കുന്നവളുടെ അടുത്തെത്തി അവനൊന്ന് ചോദിച്ചതും പെണ്ണ് ഇത്തിരി ധൃതിയിൽ നടന്നു ചെന്നു. എവിടെയായിരുന്നു മോളെ? എത്ര നേരം കൊണ്ട് വിളിക്കുക? ടീച്ചറിനെ കൊണ്ട് 2-3 തവണ വിളിപ്പിച്ചതിന് മുഷിച്ചിലിൽ വിഷ്ണുവിന്റെ സ്വരത്തിൽ നന്നായി അറിയാനുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ നോട്ട്സിന്റെ കാര്യം പറയാൻ വേണ്ടി പിടിച്ചു നിർത്തിയതാണ് വിഷ്ണു. അവൾ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അവൾക്കായുള്ള മറുപടിയിൽ ഒരുവൻ വിഷ്ണുവിനരികിൽ സ്ഥാനം പിടിച്ചു. എന്തൊക്കെയോ കളിയും തമാശയുമായി വിഷ്ണു ഏതനും കാര്യം പറഞ്ഞു കഴിച്ചപ്പോൾ
ആദ്യമായി കാണുന്നവർക്ക് തമ്മിൽ ഇത്രയും പെട്ടെന്ന് സൗഹൃദമാകാൻ പറ്റുമോ എന്നുള്ള ചിന്താക്കുഴപ്പത്തിലായിരുന്നു മുന്നിലിരുന്നവൾ. ആകെ 2 ദോശയല്ലേ തിന്നുള്ളൂ, അതൊന്ന് വേഗം കഴിച്ചുകൂടെ എന്റെ മോളെ? കഴിക്കുവാ ഏട്ടാ. പറയുന്നതിനൊപ്പം തന്നെ ഒന്നാമത്തെ ദോശയുടെ അവസാന ഭാഗം അവൾ കയ്യിലേക്കെടുത്തു. വിഷ്ണു കഴിച്ചു കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റോ, കൈ ഉണക്കണ്ട. അത് പിന്നെ മോള്, ഇവിടുന്ന് നിന്റെ മോളെ ആരും പിടിച്ചുകൊണ്ട് പോകില്ല. ഒരു ചിരിയോടെ പറഞ്ഞതും വിഷ്ണു അവന്റെ തോളിൽ തട്ടി എഴുന്നേറ്റു. ഈ ദോശയുമായി ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരുന്നാൽ മതിയോ? നോട്ട്സ് എഴുതണ്ടേ കുഞ്ഞേ? എങ്കി വേഗം കഴിക്ക്. അവനും കൂടി അങ്ങനെ പറഞ്ഞതും അവൾ ദയനീയതയോടെ ആ മുഖത്തേക്ക് നോക്കി. ചില നേരം കുറച്ചു സ്പീഡ് വേണം അമലു, അല്ലെങ്കിൽ വല്ലാതെ പിന്നിലായി പോകും. അതുകൊണ്ട് കുഞ്ഞൊന്ന് വേഗം കഴിച്ചേ. കുഞ്ഞു പിള്ളേരെ കൊഞ്ചിക്കും പോലെ പിന്നെയും കേട്ടു ഈ കുഞ്ഞേന്നുള്ള വിളി. കുറച്ചു മുന്നേ കേട്ടപ്പോൾ തോന്നിയതാണെന്ന സംശയം അതോടെ മാറിക്കിട്ടി. അപ്പോഴേക്കും അടുത്ത സംശയം ഉള്ളിലെത്തി. എന്താപ്പം മാഷ് തന്നെ കുഞ്ഞേന്ന് വിളിക്കാൻ? ആ ഒരു ചിന്തയിലിരിക്കുമ്പോൾ ആണ് ഏതൻ പിന്നെയും വിളിക്കുന്നേ. ഞാൻ പറഞ്ഞത് വല്ലോം കേട്ടോ? ആ, പക്ഷേ നോട്ട്സ് രമ വരണ്ടേ? അവൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തോന്നിയതും അവൾ മെല്ലെ മുഖം ഉയർത്തി പറഞ്ഞു. ഞാൻ കൊടുത്ത നോട്ട്സ് അല്ലേ, അത് അവൾ എഴുതുന്നതിലും വൃത്തിയായി എന്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് കഴിച്ചെഴുന്നേൽക്ക്, ഞാൻ തരാം നോട്ട്സ്. അവൻ ചിരിയോടെ തല കുലുക്കി എഴുന്നേറ്റു. അതേസമയം അവന്റെ ചിരിയുടെ ഭംഗിയിൽ നോക്കി കഴിക്കാൻ മറന്നിരിക്കുകയായിരുന്നു ആമ്പൽ. കഴിച്ചു കഴിഞ്ഞു. അവളുടെ പാത്രത്തിലും അവളിലും മാറി മാറി നോക്കിയവന്റെ കണ്ണുകൾ അവസാനം ചെന്നു നിന്നത് ക്ലോക്കിലാണ്. താൻ നല്ലോണം താമസിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞില്ലെങ്കിലും ആ നോട്ടം കണ്ടാൽ അറിയാം. ഞാൻ കഴിച്ചിപ്പോ തീരും. ധൃതി വേണ്ട അമലു, എന്നാലും ഒന്ന് വേഗം കേട്ടോ. അവൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാവാത്ത പോലെ പെണ്ണിന്റെ കണ്ണു മിഴിഞ്ഞു. ഇതിപ്പോ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കുഞ്ഞെ, നീ സമാധാനം പോലെ കഴിച്ചിട്ട് എഴുന്നേൽക്ക്. അവളെ നോക്കി തല ഒന്ന് ഇരുവശത്തു മാറ്റി അവൻ മുറിയിലേക്ക് നടന്നു. ഇതിപ്പോ സാർ ഞാൻ വേഗം കഴിക്കാനാണോ പറഞ്ഞത്, അതോ കഴിച്ചിട്ട് സമാധാനത്തിൽ എഴുന്നേറ്റാൽ മതിയെന്നോ? പാത്രത്തിലിരിക്കുന്ന ദോശയിൽ കുഞ്ഞുവിരൽ കൊണ്ട് പിന്നെയും 3-4 കുഴിയിട്ടു അവൾ. യദു, മോനെ ചോറ് പൊതി എടുക്കട്ടേടാ. കറുക്കത്തിയുമായി ടീച്ചർ ഓടി വന്ന് അകത്തേക്ക് നോക്കി വിളിക്കുന്ന കേട്ടാണ് അവൾ ഇരിപ്പിടത്തിൽ നിന്നും പിന്നെ എഴുന്നേറ്റത്. വേണ്ടമ്മേ, അവിടെ ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു. ആരോടെങ്കിലും ചോദിച്ച് അതൊന്ന് ഉറപ്പിക്കുകയതു. അല്ലെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കേണ്ടി വരും. ഒരു നേരം പട്ടിണി ഇരുന്നാലൊന്നും ചത്തുപോകില്ല ടീച്ചറെ. അകത്തു നിന്നും കുറുമ്പോടെയുള്ള സംസാരം കേട്ടതും ടീച്ചറിന്റെ മുഖം കയറി പെരുകി. ദേ ചെക്ക, പറയുന്നതങ്ങ് കേട്ടാൽ മതി. വന്ന് വന്ന് അനുസരണ എന്ന് പറയുന്നൊരു സാധനമില്ല നിനക്ക്. പിന്നെങ്ങനാ നീയൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേര് നിന്നെയൊക്കെ മാനിക്കുന്നത്? ഇത്തിരി ഒച്ചയിൽ ടീച്ചറുടെ സ്വരം അവിടെ കേട്ടു. എന്റെ കുട്ടിയുടെ മുന്നിലിരുന്ന് എന്നെ ഇങ്ങനെ ചീത്ത പറയല്ലേ അമ്മേ. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് തളത്തിലേക്ക് വന്നു നോക്കി അവൻ ഉച്ചത്തിൽ ചിരിച്ചു. ദേ യദു, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ പറയുന്നത് ചെയ്യുന്നുണ്ടോ നീ? എന്റെ അമ്മ പറയുന്നത് ചെയ്യാതെ പിന്നെ ആര് പറയുന്നത് ഞാൻ ചെയ്യുക? അടുത്തേക്ക് വന്ന് ടീച്ചറിനെ വട്ടം പിടിച്ചുകൊണ്ട് അവൻ കണ്ണു ചിമ്മിക്കാട്ടിയതും ഇതൊക്കെ കണ്ട് അത്ഭുതത്തിൽ മുഖമാകെ വിടർന്ന് കണ്ണു പുറത്തേക്ക് വരും പോലെ തങ്ങളെ നോക്കി നിൽക്കുന്നവളെയാണ് അവർ കണ്ടത്. അവന്റെ നോട്ടത്തിൽ ആമ്പൽ പെട്ടെന്ന് മുഖം മാറ്റി. പക്ഷെങ്കിൽ ഇന്ന് വരെ കാണാത്ത പുതിയ ഒരാളെ കാണുന്ന പോലെ കൗതുകത്തിൽ അവളുടെ കണ്ണുകൾ പിന്നെയും അവരെ തേടിപ്പോയി. കൈ ഉണക്കാതെ പോയി കൈ കഴുകടോ. അവൻ അവളുടെ പാത്രത്തിലേക്കും കൈയിലേക്കും നോക്കി പറഞ്ഞതും പെണ്ണിന്റെ നാവിൻ തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് ചമ്മിയ പോലെ അടുക്കളയിലേക്ക് കയറിപ്പോയി. അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകി വെക്കുമ്പോഴാണ് പിന്നിലായി ടീച്ചർ എന്തോ പിറുപിറുത്തുകൊണ്ട് വരുന്നത്. എന്താ ടീച്ചറെ, എന്നോടാണോ? ഇങ്ങോട്ടേക്കുള്ള നോട്ടവും കത്തി കൊണ്ടുള്ള പിടിയും ഒക്കെ കണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, ചെക്കനെ ആളെ പറഞ്ഞ് കറക്കാൻ വല്ലാത്ത കഴിവ്. ഇപ്പൊ തന്നെ ആരെയെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റില്ലേ ആഹാരം എടുക്കണോ വേണ്ടയോ എന്ന്? അത് ചെയ്യില്ല. പകരം എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കാനറിയാം അച്ഛനും മോനും. ഇത്രയും നേരത്തെ സാറിന്റെ സംസാരത്തിൽ അത് ഏതാണ്ട് ബോധ്യമായതുകൊണ്ട് അവൾ അത് ശരിവെച്ചുകൊണ്ട് ചിരിച്ചു. ഇപ്പൊ തന്നെ പോകുന്ന സ്ഥലത്ത് ആഹാരം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? സംഭവം ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. ഫുഡ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെങ്കിൽ ചിലപ്പോഴൊന്നും ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാവില്ലെന്നേ. അതും പോരാഞ്ഞ് ഇനി വല്ല മലമുകളിലുള്ള സ്കൂളാണെങ്കിൽ ഭേഷാണ്. ടൗണിൽ വരേണ്ടി വരും കഴിക്കാൻ. ഇവനാണെങ്കിൽ കാറും എടുക്കില്ല.
ഇനിയിപ്പൊ അങ്ങനെ വല്ലതുമാണെങ്കിൽ ആ ഇരുചക്രത്തിൽ കയറി വെയിൽ മൊത്തം കൊണ്ടുപോയി വേണ്ടേ കഴിക്കാൻ? ഇത് വല്ലതും പറഞ്ഞാൽ ആ ചെറുക്കന് മനസ്സിലാവുമോ? ടീച്ചർ ഇത്തിരി ദേഷ്യത്തിൽ കയ്യിലിരുന്ന ചീര ഒന്നുകൂടി അടുക്കി പിന്നെയും അരിഞ്ഞു തുടങ്ങി. നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പ പറയും അമ്മയും അച്ഛനും പഠിപ്പിച്ച ടീച്ചിങ് ഒന്നുമല്ല ഇപ്പോ എല്ലാം ഡിഫറെന്റ് ആണെന്ന്. ഇനി ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞാലും പഠിപ്പിക്കുന്ന ടീച്ചറും പഠിക്കുന്ന സ്റ്റുഡൻസും അല്ലാതൊന്നും ആവില്ലല്ലോ. കയറു പിടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സാറിനെ പോലെ ആ മുഖമൊക്കെ ചുവന്ന് ആപ്പിൾ പോലെയാവും ടീച്ചർക്കും. ചെക്കന്റെ ചില നേരത്തെ സംസാരത്തിൽ നല്ല തല്ലങ്ങോട്ട് കൊടുക്കാനാ തോന്നാറ്. പിന്നെ തന്നോളം വളർന്ന മകനെ തല്ലാൻ പാടില്ലല്ലോ എന്ന ഓർത്താ ഞാനങ്ങ് വേണ്ടാന്ന് വെക്കുന്നത്. എത്രയൊക്കെ അവന്റെ കാര്യം പറഞ്ഞിട്ടും മതിയാവില്ലെന്ന പോലെ ടീച്ചർ പിന്നെയും പിന്നെയും തന്റെ മനസ്സ് അവളുടെ മുമ്പിൽ അഴിച്ചിട്ടു. ഇത് അമ്മയുടെ പരാതി കേട്ട് ഇവിടെ നിൽക്കുക? അകത്തേക്ക് പോകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ട് പോയത് അമലു? കുറച്ചു മുന്നേ കണ്ട കുറുമ്പില്ലാതെ അവളുടെ മാഷായിരുന്നു അവനാ നേരം. ഞാൻ ഞാനത് പിന്നെ ഇനിയും വിക്കിക്കൊണ്ട് തട്ടിത്തടവി വീഴാൻ നിൽക്കണ്ട, വാ എനിക്കൊപ്പം. അവൾക്കടുത്തേക്ക് ചെന്ന് നീട്ടി വിളിച്ചതും പെണ്ണ് ടീച്ചറെ നോക്കി പോകും പോലെ പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ ചുവട് മുന്നിലേക്ക് വെച്ചു. അപ്പോഴേക്കും പിന്നീന്ന് അടുത്തതും കേട്ടു അവൾ. അതെ, ഇതിനെ ഞാൻ കൊണ്ടുപോവുക. ഇനി ബാക്കിയുള്ളത് മുന്നിലെ ഫോണിൽ വിളിച്ച് അച്ഛനോട് പറഞ്ഞാൽ മതി ട്ടോ. ആളാകുമ്പോൾ അമ്മ പറയുന്നത് കേട്ട് നമ ശിവായ മറുപടി പറയാതെ കേട്ടുകൊള്ളും. ഒക്കെ ശരിയും വെക്കും. അത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ടീച്ചറിന്റെ കവിള് പിടിച്ചു വലിക്കുന്ന മോനെയാണ്. അവള് കണ്ണു നിറയെ ആ സന്തോഷം കണ്ടു. ആരോട് എപ്പോൾ സംസാരിക്കണം എന്ന് എനിക്കറിയാം. നീ ഒന്ന് പോയേ ചെറുക്ക. ഇടം കൈകൊണ്ട് അവന്റെ കൈപ്പോയത്ത് ഒന്ന് തട്ടി ടീച്ചർ. എന്റെ പൊന്നമ്മേ, ഈ ചീര ഫുൾ ഷർട്ടിലാക്കല്ലേ. ഇനിയിപ്പം മാറിയിട്ടൊന്നും പോകാൻ വയ്യ എനിക്ക്. പറയുന്നതിനൊപ്പം തന്നെ ഇടത് കൈയിൽ നിന്നും പറ്റിയ ചീര ആ കയ്യിൽ നിന്ന് അവൻ തുടച്ചു മാറ്റി. നീ പോയെ, എന്നോട് മിണ്ടണ്ട നീ. അവന്റെ ചിരി തന്നെ കളിയാക്കുന്ന പോലെ തോന്നി. ടീച്ചർ പിന്നെയും പിണങ്ങി. ഉഫ്. രണ്ട് ഇടുപ്പിലും കൈവച്ച് അവൻ ടീച്ചറിനെ നോക്കിയൊന്ന് നിശ്വസിച്ചു. അമലു, നീ ഒരു കാര്യം ചെയ്, എന്റെ മുറിയിൽ പൊക്കോ, ഞാൻ ഇപ്പോൾ വരാം. തന്നെ നോക്കിയ കണ്ണിലേക്ക് അവളുടെ മിഴികൾ ഒന്നുകൂടി കൂട്ടിമുട്ടി. നിന്റെ മുറി അറിയില്ലേ? കുറച്ചു മുന്നേ അവൻ കണ്ട നിഴൽവെട്ടം അവളല്ലേ എന്ന് ഉറപ്പിക്കും പോലെ ഒന്നുകൂടിയുള്ള ചോദ്യം. അവന്റെ ചുണ്ട് ഒരല്പം വിടർന്നു. എങ്കിൽ നീ അങ്ങോട്ട് പൊക്കോ, അപ്പോഴേക്കും ഞാൻ ഈ ടീച്ചറുടെ പരിഭവം കളയട്ടെ. കണ്ണു ചിമ്മിയുള്ള ആ ചിരിയുടെ കുസൃതിയിൽ അവളും പുഞ്ചിരിയോടെ നടന്നു. അവിടെ നിന്ന് പോകുമ്പോഴും കേട്ടിരുന്നു അമ്മയും മോനും തമ്മിലുള്ള കോലാഹലങ്ങൾ പിന്നിൽ. നല്ല രസമാണ് അത് കാണാനും കേൾക്കാനും. ഇതൊക്കെ കാണുമ്പോൾ സ്കൂളിൽ കാണുന്ന ആളെയല്ല മുന്നിൽ കാണുന്നതെന്ന് തോന്നും. ഒരുപാടൊക്കെ മാറിയ വേറെ ഏതോ ഒരാൾ, തനിക്കറിയാത്ത പരിചയമില്ലാത്ത മറ്റൊരാൾ. ആ ഓർമ്മയിൽ മുറിയിൽ നടന്നു ചെന്നതും വാതിൽ ചാരി ഇട്ടിരിക്കുന്നതാണ് കണ്ടത്. ഉള്ളിലേക്ക് കയറണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ചുരിദാർ ഷോളിനറ്റം പിടിച്ചവൾ തിരിചുറ്റിയതും അത്രയും വരിയെ കിട്ടിയ അവളുടെ സാമീപ്യത്തിൽ കഴുത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ചാലിട്ടു. എവിടെയെങ്കിലും ആഹാരം കൊടുക്കുന്നു എന്ന് കേട്ടാൽ മതി, അപ്പ വരും വയറും വാടകയ്ക്ക് എടുത്തുകൊണ്ട്. ഇവിടെയൊക്കെ ഇത്രയും കാലം മൂട്ടിയ കാശുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യരിപ്പോ 2 നിലയ്ക്കുള്ള 4 വീട് വെച്ച് 3 വാടകയ്ക്ക് കൊടുത്ത് ആ വാടക കൊണ്ട് സുഖമായി ജീവിക്കാൻ പറ്റിയേനെ. വലതുകാലിലെ ചെരുപ്പൂരി ഇടതുകാലിലെ ചെരുപ്പിന്റെ പിന്നിലെ ഇലാസ്റ്റിക്കിലേക്ക് താഴ്ത്തിക്കൊണ്ട് വീടിനകത്തേക്ക് കടക്കാൻ പോയവൾ അശരീരി പോലെ കേട്ട വാക്കുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നറിയാതെ ചുറ്റുമൊന്ന് നോക്കി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ കഥ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.